Hi armies, വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ let me clear one thing. It will be the last episode of my Tomboy Secretary. And thank you so much for supporting my video. എത്ര നന്ദി പറഞ്ഞാലും നിങ്ങളോടൊന്നും മതിയാവില്ല. കാരണം നിങ്ങളൊക്കെ ക്ഷമ പറഞ്ഞാൽ അത്രയും എന്താണ് ഈ ഒരു 10 എപ്പിസോഡ് വരെ നിങ്ങളൊക്കെ ക്ഷമ പറഞ്ഞാൽ അത് സമ്മതിക്കണം. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും സന്തോഷമുണ്ട്. ബിക്കോസ് ഞാൻ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ വൺ ഷോട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ വേണ്ടതെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് വിമ്മിൻ വേണോ, അതോ തേക്കുക്ക് വേണോ, ജീക്കുക്ക് വേണോ, അതോ ഏതെങ്കിലും ഷിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇട്ടുന്നത് നമ്മൾ ആദ്യം ചെയ്തു വരും. ഇതാണ് എൻ്റെ ഓൺ വോയിസ്. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഓൺ വോയിസ് തന്നെ പറയണമെന്നുണ്ടായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല വെച്ചാൽ ഞാൻ എൻ്റെ ഓൺ വോയിസ് ഇനി യൂസ് ചെയ്യില്ല കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ക്യാരക്ടറായിട്ട് ഈ വോയിസും കൂടി ആഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളെന്തായാലും കമൻറ്റിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. മോളെ ചേനി കടക്ക് തുറക്ക്. മോളെ ചേനി പപ്പ വന്നിട്ടുണ്ട്. മോളെ എനിക്ക് ആ മമ്മി ഇതാ വരുന്നു. കർത്താവേ ജന്തു ഇന്നലെ പോയില്ലേ? നീക്കിടക്കുവായിരുന്ന നീച്ച് പോടുന്നു. എന്തിനാണ് തലക്കടിക്കാൻ പറഞ്ഞപ്പോ നീച്ച് പോവില്ലേ? എടാ വേഗം നീച്ചിട്ട് പോ, പപ്പ വന്നിട്ടുണ്ട്. അയ്യോ അങ്കിൾ വന്നോ? ഞാൻ ഇവിടുന്ന് എങ്ങനെ ചാടാൻ നോക്കട്ടെ. ബൈ, ടേക്ക് കെയർ. പപ്പ I missed you so much. I missed you too, ചെല്ലക്കുട്ടി. അല്ലെങ്കിലും നമ്മളൊന്നും ആർക്കും കണ്ണു പിടിക്കില്ല. എടി വഴക്കാലം മാറത്തെ, ഞാൻ അങ്ങോട്ട് വരായിരുന്നില്ലേ. I missed you തവളച്ചി. I missed you 3 മാക്രിക്കുഞ്ഞി. നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ആരെപ്പത്ത്. ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മളെ ജെനീൻ്റെ കസിൻ സിസ്റ്ററാണ് ജോന. ഇവളുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവളെ സ്വന്തം മകളെ പോലെയാണ് ഇവരെല്ലാവരും കാണുന്നത്. ജെനീനെക്കാട്ടിലും 2 മാസം ഇവർക്ക് കൂടുള്ളൂ. ഒരേപോലെ ട്വിൻ സിസ്റ്റേഴ്സിന് പോലെയാണ് ഇവർ വളർന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ എത്തി? എവിടെ എത്തിയിട്ടില്ല. ഞാൻ ഇന്ന് ഇറങ്ങണുള്ളൂ. നീ വന്നിട്ട് വേണം ഇറങ്ങാൻ വിചാരിച്ച് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ എത്തിയില്ല, ഇനി ഒരു ടെൻഷൻ വേണ്ട, നമുക്കെല്ലാം സെറ്റാക്കാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ മോളെ. അതിനു മുന്നേ നമുക്ക് ചെക്കനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? രണ്ടിൻ്റെ ഓഞ്ഞയിലെ ഐഡിയ കാരണം ആ ചെക്കനൊരു ടെൻഷൻ അടിച്ചൊരു വകയെന്നാണ് ജോസഫ് പറഞ്ഞത്. മതി ഇനിയും മതി, നിർത്തുന്നതിന്. നിർത്തി പപ്പ, ഞങ്ങളെല്ലാം നിർത്തി, ഇന്നത്തോടെ ഞങ്ങളെല്ലാം നിർത്തി. അതെ ഇത് കുറേ കേട്ടതാ ഞങ്ങള്, അതുകൊണ്ട് കേൾക്കുമ്പോൾ വലിയ അത്ഭുതമൊന്നുമില്ല. എന്ത് പറയാനാ, ദൈവം രണ്ടിനും ഒരച്ചിലിട്ടിട്ടാ തോന്നുന്നത് വാർത്ത. രണ്ടിൻ്റെ സ്വഭാവം ഒരേപോലെയാണ്. ജെനി, നീ വേണം അവനെ ഷോപ്പിങ്ങിന് വരാൻ വേണ്ടി പറഞ്ഞിട്ട് വിളിക്കാൻ. വേണച്ചാൽ നീ ചേക്കനെ വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് ഞാൻ ആ സമയത്ത് അങ്ങോട്ട് വരാം, അവനെ ഞെട്ടിക്കാം. അത്രയല്ലേ പരിപാടിയുള്ളൂ. ഓക്കെ ഡി, പ്ലാൻ ഞാൻ അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. എന്തായാലും നീ പറഞ്ഞില്ലേ, അടിപൊളി. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. ശരി, നീ എവിടെ? ഞങ്ങളിതാ മാളിലുണ്ട്. നീ ഏത് ഫ്ലോറിലാ? ചേട്ടാ, ഞാൻ 2nd ഫ്ലോറിലുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വരുമോ? ഞങ്ങൾ അങ്ങോട്ട് വരാം. നീ ഡ്രസ് നോക്കിക്കോ. ഓക്കെ ചേട്ടാ, എന്നാൽ അങ്ങനെ ചെയ്യാം. ചേക്ക്, ഞാൻ ഗൗൺ എടുക്കണോ അതോ സാരി എടുക്കണോ നീ പറ. എന്റെ ജെനി, ഏതിട്ടാലും സുന്ദരിയാ. നിനക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തോ. അങ്ങനെ അല്ലട, നീ പറ, നിനക്ക് ഏതാ ഇഷ്ടം? നിനക്ക് ഇഷ്ടമുള്ളത് ഇട്ടോ. എനിക്ക് നീ ഏതിട്ടാലും ഇഷ്ടമാണ്. എനിക്ക് ഇടാത്തതും ഇഷ്ടാ. രണ്ടും കുറെ നേരം നിർത്തുന്നുണ്ടോ? റൊമാൻസ് ഒക്കെ വീട്ടിലിരുന്നാ പോയി. അത് പറഞ്ഞപ്പോഴാ ഏട്ടത്തിക്ക് എന്താ എടുക്കണേ? എന്താ ഏട്ടത്തി വരാത്തെ? അവള് വരാൻ ഞാൻ വിളിക്കണ്ടേ? ഞാൻ അവളെ നമ്പർ പോലും വാങ്ങിയിട്ടില്ല.
ഇനിയിപ്പോൾ എന്തായാലും ഏട്ടൻ്റെ ഇഷ്ടത്തിന് എന്തായാലും ആരും നിൽക്കും തോന്നുന്നില്ല. അപ്പം ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെടല്ലേ നല്ലത്. എക്സ്ക്യൂസ് മീ, ഈ പാർട്ടി ഗൗൺ അപ്പുറത്തെ സെക്ഷനിലാണോ? ഞാൻ ഇവിടെ ആദ്യമായിട്ട്, എനിക്കിവിടെ അത്ര പരിചയമില്ല. ജോന, ഡെറിക്, നീ എന്താ ഇവിടെ? ഞാൻ വെഡിങ് ഡ്രസ് എടുക്കാൻ വന്നതാ. അല്ല, നീ എന്താ ഇവിടെ? വെഡിങ് ഡ്രസ്സോ? ആരുടെയാണ് മാരേജ്? എന്റെ മാരേജ് ഉണ്ട്, ഇവരെ മാരേജ് ഉണ്ട്. നിന്റെ മാരേജോ? നിന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണല്ലോ. ഇത് നീ വേറെ മാരേജ് കഴിക്കേ? എടി, ഞാൻ പപ്പേനോട് സംസാരിച്ചു. പപ്പ സമ്മതിക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യുക? എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യണ്ടത്. അല്ല, നീ കല്യാണം കഴിക്കാൻ പോണ കുട്ടീനോട് ഇതൊക്കെ സംസാരിച്ചോ? അവളെ നീ എന്താ കാണിക്കുക? അവളോട് സംസാരിക്കപ്പെട്ട് അവളുടെ ഫോൺ നമ്പർ പോലും ഞാൻ വാങ്ങിയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു വൈഫിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. എടി മതി എടി കളിപ്പിച്ചത്. പറ നീ, എനിക്കെന്നെ സങ്കടം വരുന്ന ഈ അവസ്ഥ കണ്ടിട്ട്. എടാ, നീ കെട്ടാൻ പോണ പെൺകുട്ടി ഞാൻ തന്നെയാടാ. ഐ കാൺ ലീവ് വിത്തൗട്ട് യുടാ. റിയലി? I love you so much. സോറി, ഞാൻ പറഞ്ഞിട്ടാണ് അവര് നിന്നോട് പറയാഞ്ഞത്. എന്തിനാ സോറി ഒക്കെ പറയണേ? നീ സോറി ഒന്നും പറയണ്ട. ഔ സ്വീറ്റ്, ഇതിനാണോടി നീ ഇത്രയും ദിവസം പറ്റിച്ചത്? നിനക്ക് വല്ല പാപം കിട്ടും. പാവല്ലേ ചേട്ടൻ. നിങ്ങൾ ഇപ്പോഴെങ്കിലും പറഞ്ഞ നന്നായി. ഇല്ലെങ്കിൽ ചേട്ടൻ എന്തെങ്കിലുമൊക്കെ ചെയ്തായിരുന്നു. കാരണം പാവം അത്രയും വിഷമിച്ചായിരുന്നു. ബട്ട് ജോണമോളെ, ഇതിനുള്ള പ്രതികാരം കല്യാണം കഴിയട്ടെ നിനക്ക് ഞാൻ തരുന്നുണ്ട്. ഒരു മധുര പ്രതികാരം. നീ കാത്തിരുന്ന് കണ്ടോ. ഉത്തരവ് പോലെ മഹാരാജൻ. അങ്ങനെ അവര് ഹാപ്പി ആയിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് 2 ആഴ്ച പോയതേ അറിഞ്ഞില്ല. അങ്ങനെ അവരുടെ വെഡ്ഡിങ് ഡേ ആയി. അവരുടെ 3 പേരുടെയും വെഡ്ഡിങ് ഡേ ആണ്. അപ്പം നമുക്ക് വെഡ്ഡിങ് ഒന്ന് കണ്ടാലോ? Long as I live, I love you. Will heaven hold you? എന്തൊരു വലിയ ബാധ്യത കഴിഞ്ഞൊരു ഫീലില്ലേ? നീ ഒന്ന് കിടന്ന് ഉറങ്ങണം. ഉറങ്ങേ? ഇനിയല്ലേ പണി തുടങ്ങണത് മോളെ. എന്ത് പെട്ടെന്ന് നിർത്തിക്കളഞ്ഞേ? അതോ, ഒരു കുരുത്തം കേട്ട സാധനം ഉണ്ട് ഇതിൻ്റെ ഉള്ളില്. അതിനൊന്ന് പുറത്താക്കണം. ആരാ അത്? വേറെ ആരാ? ലിയ. അല്ലാതെ പാരാ? ഞാനോ? ഞാൻ എന്തിനാ പോണേ? എന്നെ എന്തിനാ പുറത്താക്കണേ? ഇതന്നെ പ്രശ്നം. വി നീഡ് പ്രൈവസി. പോടുന്നു. നിങ്ങൾക്ക് വേണ്ടി സീനറി പിടിക്കാൻ പോയ ഞാനാരായി? കുരുത്തം കെട്ട സാധനം. എന്നെ പുറത്താക്കി ഗൈസ്. ജോന, ഇറ്റ്സ് ഫീൽ ലൈക്ക് എ ഡ്രീം. ആണോ? ഇപ്പൊ ശരിയാക്കി തരാം. എടി പൂച്ചക്കുഞ്ഞെ, നീനൊന്നുള്ളില്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. ലിയ. ഓ, ഞാനൊന്നും കാണില്ലേ. ഞാൻ പോവാ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. അവിടുന്ന് നല്ല അസലായിട്ട് പുറത്താക്കിയതിനാൽ നമുക്ക് നമ്മൾ ജെനീൻ്റെയും ചേക്കൻ്റെയും അവസ്ഥ എന്താണെന്ന് പോയേക്കാം. വാവ് ചേക്കി, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഐ റിയലി ലവ്ഡ് ഇറ്റ്. Maybe it's not our first time, but it is official. So, ഇത്രയും കൂടി ഞാൻ ചെയ്യണ്ടേ? എന്തായാലും നല്ല ഭംഗിയുണ്ട്. അപ്പം നമുക്ക് ഉറങ്ങാല്ലേ? ഉറങ്ങാനോ? നോ 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 നോ. വെയിറ്റ്, അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലിയേ, ഇന്നെങ്കിലും ഞങ്ങളൊന്ന് വെറുതെ വിട്. ഗിവ് മീ സം പ്രൈവസി പ്ലീസ്. ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്. ബൈ.
അപ്പോൾ 3 സ്ഥലത്തുനിന്നും തേഞ്ഞ സ്ഥിതിക്ക് നമുക്കിത് വൈൻഡപ്പ് ചെയ്താലോ? നമ്മളെ ടോം ബോയ് സെക്രട്ടറി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി പുതിയ വൺ ഷോട്ടിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.